രാധേ രാധേ. ഞാനൊരിക്കൽ വഴിയിൽ വെച്ചിട്ട് ഞാൻ മുമ്പ് എപ്പോഴും പഠിപ്പിച്ച ഒരു കുട്ടിയുടെ അച്ഛനെ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് ഓർമ്മയില്ല, അദ്ദേഹത്തിന് എന്നെ അറിയാൻ ഓടി വന്നു. ദിലീപ് സാർ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, എൻ്റെ മോളെ സാറ് പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ മോളുടെ പേരൊക്കെ ചോദിച്ചു, പുള്ളി പേരൊക്കെ പറഞ്ഞു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അക്കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, ആട്ടെ മോളിപ്പോൾ എന്താ ചെയ്യുന്നു? അപ്പോൾ അയാളുടെ മുഖത്ത് ഭയങ്കരമായ കോപം വന്നു. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അന്നേരം പറഞ്ഞു സാറേ അവൾ ഒരുത്തൻ്റെ കൂടെ പൊയ്ക്കളഞ്ഞു സാറേ. അപ്പം ഞാൻ ചോദിച്ചു എന്താ സംഭവം? അവ പറഞ്ഞു സാറേ അവൾക്ക് പിന്നെ ഒരു മൊബൈൽ എങ്ങാണ്ട് കേടായിപ്പോയി, അവളതൊരു മൊബൈൽ ഷോപ്പിൽ കൊടുത്ത് നന്നാക്കാൻ, അത് റിപ്പയർ ചെയ്യുന്നവനെങ്ങാണ്ടാണ്. അപ്പം അവനുമായിട്ട് എന്ത് ചെയ്തു, പിന്നീടങ്ങ് അടുത്ത് സാറേ അവനെ എൻ്റെ മോക്കാണെങ്കിൽ ജോലിയുണ്ട്, നല്ല ശമ്പളവും ഉണ്ട്, അവൻ പ്രീ-ഡിഗ്രി ഉണ്ടല്ലോ, ജയിച്ചിട്ടില്ല സാറേ. എന്നിട്ടാണ് ഈ മൊബൈൽ ഷോപ്പിൽ പോയി റിപ്പയറിങ്ങുമായിട്ട് നിൽക്കുന്നത്. അവസാനം ഇവളിങ്ങനെ കടുംപിടുത്തം പിടിച്ചപ്പോൾ ഞങ്ങൾ സഹി കെട്ടിട്ട് എന്നാൽ എന്തെങ്കിലും ആകട്ടെന്ന് വിചാരിച്ചോ അവനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചു സാറേ. അവനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചപ്പോൾ കാണാം അവന് പിന്നെ അവൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ അതായത് ഇവൻ്റെ അമ്മയുടെ, അതായത് ഈ അച്ഛനെന്ന് പറയുന്നത് അയാളുടെ ഭാര്യയുടെ അനിയത്തിയുമായിട്ടും ചില ബന്ധങ്ങളൊക്കെ ഉണ്ടെന്നാണ് അവിടെ നാട്ടുകാർ വരെ പറയുന്നത് സാറേ. ഇവന് തന്നെ വേറെ പ്രണയബന്ധങ്ങളുണ്ട്. ഇവൻ താമസിക്കുന്ന വീട് ഒരു ഓടിട്ട വീടാണ്. ആ വീടെന്ന് പറയുന്നത് അവൻ്റെ ജ്യേഷ്ഠൻ്റെ പേരിലാണ്. ചുരുക്കി പറഞ്ഞാൽ സാറേ പഠിപ്പില്ല, കയറി കിടക്കാൻ ഒരു ഇടമില്ല. പിന്നെ ഞങ്ങളുടെ അതായത് ഫാമിലി നല്ലൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല, ഒന്നുമില്ല. പിന്നെ കാണാൻ ഭയങ്കര സുന്ദരനാണ് സാറേ അവൻ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഇത് പറ്റത്തില്ല എന്ന് തീർത്തു പറഞ്ഞു. അവളെ ഞങ്ങൾ പുറത്തോട്ടൊന്നും വിട്ടില്ല. അവളുടെ മൊബൈലൊക്കെ പിടിച്ചു വാങ്ങിച്ച് മാറ്റി വെച്ചു സാറേ. പക്ഷേ അവൻ കൊണ്ടുപോയി കേസ് കൊടുത്തു. അപ്പം ഞാൻ ചോദിച്ചു എന്നിട്ട് എന്ത് പറ്റി? അപ്പം കേസ് കൊടുത്തപ്പോൾ എന്താണ് സാറേ, പിന്നെ ജഡ്ജി വന്ന് മോളോട് ചോദിക്കുന്നു. ജഡ്ജി കൂട്ടി കയറുന്നു. അപ്പോൾ അവിടെ വെച്ച് അവർ ചോദിക്കുന്നത്, അവർ പറയുന്നത് മോൾക്ക് എത്ര വയസ്സായി? അപ്പോൾ എൻ്റെ മോൾക്ക് അന്ന് 21 വയസ്സായി. അപ്പോൾ 21 വയസ്സ്. അവന് 24 വയസ്സ് കഴിഞ്ഞു. നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണോ? അതെ. എന്നാൽ പിന്നെ നിങ്ങൾ രണ്ടും കൂടെ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ആ മനുഷ്യൻ പറയുന്നത്. കോടതിയിലെ പ്രൊസീജിയറൊക്കെ വേറെ ആയിരിക്കും. ആ മനുഷ്യൻ എൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ജഡ്ജി പറയുകയാണ്, എന്നാ ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ പൊയ്ക്കോ. സാറേ ഇതെന്തൊരു ന്യായമാണ്? പിന്നെ അദ്ദേഹം ഒന്ന് രോക്ഷാകുലനാവുകയാണ്. ഈ ജഡ്ജിയാണോ ഞാൻ തോളത്തിട്ട് കുഞ്ഞുനാൾ തൊട്ട് വളർത്തി ഒരു കൊച്ചു അസുഖം വന്നാൽ എടുത്തുകൊണ്ട് ഓടിപ്പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിപ്പിച്ച് അവർക്ക് ഏറ്റവും നല്ല സ്കൂളിൽ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തു, അവർക്ക് ഏറ്റവും നല്ല ഡ്രസ്സുകൾ എടുത്തു കൊടുത്തു, അവളുടെ ബർത്ത്ഡേകളൊക്കെ ഞങ്ങൾ ഗംഭീരമായിട്ട് ആഘോഷിച്ചു. അങ്ങനെ ഞാൻ കൊണ്ടു നടന്ന എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണ കാര്യത്തിൽ എൻ്റെ മോളെ ഒരു പരിചയവും ഇല്ലാത്ത ഒരു ജഡ്ജിക്ക് എന്ത് അധികാരം സാറേ? ആ ജഡ്ജി പറയുകയാണ് എന്നാൽ പൊയ്ക്കൊള്ളണമെന്ന്. പ്രായപൂർത്തിയായോ? പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അവർക്ക് ഇഷ്ടമുള്ളവൻ്റെ കൂടെ ഇറങ്ങിപ്പോകാം. അപ്പം അതുവരെ വളർത്തിയ അച്ഛനും അമ്മയ്ക്കും ഒരു റോളും ഇല്ലേ സാറേ? ഞാൻ കൊണ്ടു നടന്ന് വളർത്തിയ എൻ്റെ മോളുടെ പുറത്ത് എനിക്ക് ഒരു റോളും ഇല്ല. കോടതിയിലിരിക്കുന്ന ഒരു ജഡ്ജിക്കാണോ എൻ്റെ മോളുടെ ഇതിനകത്ത് ഇത്ര പിന്നെ അധികാരം വന്നിരിക്കുന്നത്? പുള്ളിയങ്ങ് രോക്ഷാകുലനായി. പിന്നെ അദ്ദേഹം പറഞ്ഞതൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ജഡ്ജിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായമല്ല നടപ്പിലാക്കുന്നത്, ഇതൊരു നിയമമാണ്. ഈ ജഡ്ജിയുടെ മകളാണ് ആ കൂട്ടിൽ കയറി വന്ന് നിൽക്കുന്നതെങ്കിലും ജഡ്ജിക്ക് ഇത് മാത്രമേ പറയാൻ പറ്റൂ. അത് നമ്മുടെ ഒരു നിയമ വ്യവസ്ഥയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു സാറേ ഇവിടെ എന്ത് നിയമം സാറേ? ഇത് ആരുണ്ടാക്കിയ നിയമം സാറേ? വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയ്ക്കും മോക്ക് 18 വയസ്സായാൽ പിന്നെ ഒരു അവകാശവും ഇല്ല. അവർക്ക് ഏത് വൃത്തികെട്ടവൻ്റെ കൂടെയും പോകാമെന്ന് പറയുന്നത് എന്ത് നിയമമാണ് സാറേ? ഇവിടെ നിയമമേ നടപ്പിലാക്കുന്നുള്ളൂ, നീതി നടപ്പിലാക്കുന്നില്ല സാറേ. ഇവിടെ ജനങ്ങൾക്കൊന്നും നീതി കിട്ടുന്നില്ല, അവർ നിയമമാണ് നടപ്പിലാക്കുന്നത്. പിന്നെ കുറച്ചു നേരം ആ മനുഷ്യൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഇപ്പം എങ്ങനെ? അവൾ പോട്ട് സാറേ, എനിക്കിനി അവളെ വേണ്ട, എനിക്ക് ഇങ്ങനെ ഒരു മോളും ഇല്ല, ഒന്നുമില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ ആ ജഡ്ജി നോക്കിക്കോട്ടെ. സാറ് പറ സാറേ, എൻ്റെ മോക്ക് അവളെ അവൻ നാളെ ഉപേക്ഷിച്ചാൽ ഈ ജഡ്ജി അവളെ സംരക്ഷിക്കുമോ? അല്ലെങ്കിൽ ഈ നിയമവ്യവസ്ഥ, ഈ കോടതി അവളെ സംരക്ഷിക്കുമോ?
അവർക്ക് വേണ്ടി ജോലി കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകമായ സുരക്ഷിതമായ താവളങ്ങൾ ഒരുക്കുകയോ എന്തെങ്കിലും ചെയ്യുമോ? ഈ ജഡ്ജി അല്ലെങ്കിൽ ഈ നീതിന്യായ വ്യവസ്ഥ എൻ്റെ മോളുടെ ജീവിതം എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കുമോ സാറേ? ഈ ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം ആ കസേരയിൽ ഇരുന്നുകൊണ്ട് നിനക്ക് 18 വയസ്സായി, നിനക്ക് 21 വയസ്സായി ഇല്ലേ, എന്നാ നിങ്ങൾ പൊയ്ക്കോ, അവിടെ വെച്ച് തീർന്നു. അയാൾ പിന്നെ എൻ്റെ മോളെ എന്തെങ്കിലും കാര്യം അന്വേഷിക്കുമോ സാറേ? അപ്പൊ എൻ്റെ കുഞ്ഞിനെ അവൻ പുറത്താക്കിയാൽ ആര് സംരക്ഷിക്കും? അവന് കുറച്ചു കഴിഞ്ഞ് ഇവനെ മടുത്ത് പോയി ആത്മഹത്യ ചെയ്താൽ ഇതിനൊക്കെ ആര് സമാധാനം പറയും സാറേ എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പിന്നെ അയാളെ കുറച്ച് പറഞ്ഞ് ആശ്വസിക്കും. ഞാൻ പറഞ്ഞത് നിയമമാണ്, നിങ്ങൾ ജഡ്ജിയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ആ നിയമവ്യവസ്ഥ മാറണം. അതിന് ഈ പറഞ്ഞ കണക്ക് നമ്മുടെ MP-മാരോ മറ്റോ ശ്രമിക്കണം. അത് നമ്മുടെ പ്രധാനമന്ത്രി, അതിനൊക്കെ ഒരുപാട് പ്രൊസീജിയറുണ്ട്, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, അത്രയേ ഉള്ളൂ. അതങ്ങനെ ചെയ്യണം സാറേ എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ പോയി. പക്ഷേ ഈ മനുഷ്യൻ പോയി കഴിഞ്ഞിട്ടും ആ മനുഷ്യൻ ചോദിച്ച ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ അങ്ങനെ കിടക്കുകയാണ്. എന്താണ് സാറേ? ഞാൻ തോളത്തിട്ട് വളർത്തിയ മോളാണ്. ഒരു പനി വന്നാൽ ഞാൻ അവളെ എടുത്ത് എൻ്റെ തോളത്തിട്ടുകൊണ്ടാണ് ഓടുന്നത്. അവൾക്ക് ഞാൻ കാവലിരിക്കും, ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഞാൻ അവൾക്ക് കാവലിരിക്കും. അവൾക്ക് എൻ്റെ കുഞ്ഞിനൊരു അസുഖം വന്നാൽ അവൾ എൻ്റെ കയ്യിൽ പിടിച്ച് ആ സ്കൂളിൽ പോകുന്നത്. ഏറ്റവും വലിയ സ്കൂളിലാണ് അവളെ ഞാൻ പഠിപ്പിച്ചത്, ഫീസ് കെട്ടുന്നത്, അവൾക്ക് ആവശ്യമുള്ളത് എല്ലാം കൊടുക്കുന്നത്. അങ്ങനെ എൻ്റെ രക്തത്തിൽ പിറന്ന എൻ്റെ കുഞ്ഞിന് 18 വയസ്സായി കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ അച്ഛനെയോ അമ്മയോ ഒന്നും ധിക്കരിച്ച് ഏത് ചെറുക്കൻ്റെ കൂടെയും പോകാം, അതിന് കോടതി കൂട്ടുനിൽക്കുമെന്ന് പറയുന്ന ആ മനുഷ്യന്റെ ഒരു ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യം അത് അങ്ങനെ. അപ്പൊ ഇത്രയും നാള് പഠിപ്പിച്ചു വലുതാക്കിയ 18 വയസ്സ് വരെ പഠിപ്പിച്ചു വലുതാക്കുന്ന അച്ഛനും അമ്മയ്ക്കും മകളുടെ കല്യാണ കാര്യത്തിൽ ഒരു പങ്കുമില്ലേ? ഒരു പരിചയവുമില്ലാത്ത ജഡ്ജിക്കാണോ ഇതിൻ്റെ അകത്തുള്ള പങ്ക്? എന്ന് മാത്രവുമല്ല, ഈ ജഡ്ജി ഈ മോളെ കല്യാണം അങ്ങനെ അവനുമായിട്ട് വിട്ടാൽ അവൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് അന്വേഷിക്കുന്നുണ്ടോ? അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് എനിക്കും തോന്നി. അതായത് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു പെൺകുട്ടി 18 വയസ്സായി കഴിഞ്ഞാൽ ഉത്തമനായ ഒരു പുരുഷനെ തെരഞ്ഞെടുക്കാനുള്ള പക്വത എത്തി എന്ന് പറയുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. 18ാമത്തെ വയസ്സിൽ ഈ വരുന്ന ചെറുക്കൻ എനിക്ക് യോഗ്യനാണോ എന്ന് കണ്ടെത്താനുള്ള എന്ത് കഴിവാണ് ഈ പെൺകുട്ടിക്കുള്ളത്? മനഃശാസ്ത്രജ്ഞന്മാർ പറയട്ടെ, 18 വയസ്സിൽ എന്താ ആ പെൺകുട്ടിക്കുള്ളത്? ഒരു കഴിവുള്ളത്? ഇല്ല, ഒരിക്കലുമില്ല. 18 വയസ്സെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വിവാഹ പ്രായമേ അല്ല, ഒരു കല്യാണം കഴിക്കേണ്ട പ്രായമേ അല്ല ഈ 18. അത് വോട്ടവകാശത്തിന് വയ്ക്കുന്നു, അത് ഓക്കെ, ഞാൻ സമ്മതിച്ചു. 18 വയസ്സിൽ നമ്മൾ വോട്ടവകാശം വെക്കുന്നു. പക്ഷെ ഒരു പെൺകുട്ടിക്ക് 18 വയസ്സായാൽ ഏതൊരുവരെയും തിരഞ്ഞെടുക്കാം, കല്യാണം കഴിക്കാമെന്ന ഈ നിയമം ഇത് ഭയങ്കര കഷ്ടമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ, നമ്മുടെ 18 വയസ്സൊന്ന് ആലോചിച്ച് നോക്കെ. നമ്മുടെ 18 വയസ്സിൽ നമുക്ക് എന്ത് പക്വത ഉണ്ടായിരുന്നു? നമുക്ക് 18 വയസ്സുള്ളപ്പോൾ നമ്മളൊരു പെണ്ണിനെയോ പുരുഷനെയോ തിരഞ്ഞെടുത്തിരുന്നതെങ്കിൽ ഇന്ന് നമ്മൾ ദുഃഖിക്കത്തില്ലേ? അന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നു, അറിയാവുന്നവർ പറഞ്ഞു തരണ്ടേ എന്ന് പറയണ്ടേ? നമുക്ക് ഇന്ന് പോലും എന്ത് പക്വതയുണ്ടെന്ന് ആലോചിച്ച് നോക്കിക്കോണം. ഇന്ന് പോലും ഇത്രയും വയസ്സായി, ഇപ്പൊ നമ്മൾ 30-ാം വയസ്സിൽ തന്നെ ഒരാൾ 2ാം കല്യാണം കഴിക്കുന്നു, അതുവരെ ചെന്ന് കുഴപ്പത്തിൽ ചാടുന്നു. അപ്പൊ ഈ 18 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടിക്ക് നിനക്ക് ഒരു പുരുഷനെ തിരഞ്ഞെടുക്കാനുള്ള പക്വതയായെന്ന് എങ്ങനെ പറയും? ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഹോർമോൺ ഡെവലപ്പ് ചെയ്യുന്ന പ്രായമാണ്. സ്വാഭാവികമായിട്ടും ഇല്ല, ഒന്നിച്ചൊക്കെ ഇരുന്ന് പഠിക്കുമ്പോൾ ഒരു ആകർഷണം തോന്നും. അത്രയേ ഉള്ളൂ ഇതിന്റെ സംഭവം എന്ന് പറയുന്നത്. ഇതിന് ശരിക്കും ഒരു മാനദണ്ഡം വെക്കേണ്ടത് അത്യാവശ്യമല്ലേ? ഒന്ന്, ഒരു പ്രണയ വിവാഹം നടക്കണമെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും കൺസെന്റ്, അനുവാദം വേണം എന്നൊരു നിയമം നമ്മൾ കൊണ്ടുവരണം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പെണ്ണിന് അവനെ പ്രണയിക്കുന്നു, വിവാഹം കഴിക്കണമെങ്കിൽ അവനൊരു മിനിമം യോഗ്യതയെങ്കിലും വെക്കണ്ടേ? ഒന്നുമില്ലെങ്കിൽ ഒരു പെണ്ണിനെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ടോ എന്നെങ്കിലും കോടതി പരിശോധിക്കണ്ടേ? നിനക്കൊരു പെണ്ണിനെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ടോ? നിനക്ക് അവളുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ഒരു ജോലിയുണ്ടോ? അവളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ഒരു വിദ്യാഭ്യാസം നിനക്കുണ്ടോ?
ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത്ര നാളും കൂടെ സമയം തരാം, നീ അത് ഒപ്പിച്ചിട്ട് വാ എന്ന് നമ്മൾ പറയണ്ടേ? ഇനി ജോലി ഇല്ലെങ്കിൽ നീ അത്രയ്ക്ക് നല്ല ഒരു ബിസിനസ് ആണോ നടത്തുന്നത്? ഉയർന്ന ബിസിനസ് ആണെങ്കിൽ നീ ഇൻകം ടാക്സ് ഒക്കെ പേ ചെയ്യുന്ന ഒരാളാണോ? എന്താണ് ഇവന്റെ കയ്യിൽ? ഈ പെൺകുട്ടി സുരക്ഷിതയാണോ എന്നെങ്കിലും അന്വേഷിക്കേണ്ട ഒരു വ്യവസ്ഥ നമ്മുടെ നീതിന്യായത്തിൽ പുതിയതായിട്ട് എഴുതി ചേർക്കേണ്ടതല്ലേ? നമ്മൾ അനാഥാലയത്തിൽ നിന്ന് കുട്ടികളെ ദത്തെടുക്കുമ്പോൾ ചില നിബന്ധനകൾ വെക്കുമല്ലോ. സ്വത്തിന്റെ ഇന്ന ഭാഗം ഈ പെണ്ണിന് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് വെക്കത്തില്ലേ? ദേ നോക്കൂ, ഒരച്ഛൻ തൻ്റെ മകൾക്ക് വിവാഹാലോചന നടത്തുന്നത് എങ്ങനെയാണ്? ഒരച്ഛൻ തൻ്റെ മകൾക്ക് വിവാഹാലോചന നടത്തുന്നത് അവളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ചെറുക്കനെ കണ്ടെത്തുന്നു. ആ കുടുംബത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുന്നു. കാരണം പയ്യനെ മാത്രം നോക്കിയാൽ പോരാ. അത് നമ്മൾ വളരെ പ്രധാനം. ചിലർ പറയും പയ്യനെ നോക്കിയാൽ പോലെയെന്ന്. പോരാ. കാരണം പയ്യൻ രാവിലെ ജോലിക്ക് പോയാൽ വൈകുന്നേരമാകുന്നു. ഈ പെൺകുട്ടി ഈ ചെറുക്കനെ കാണുന്നതിനേക്കാൾ കൂടുതൽ ചെറുക്കൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജീവിക്കേണ്ടത്. അവര് യാതൊരുവിധ അന്തസ്സുമില്ലാതെ കുഴപ്പം പിടിച്ച ആൾക്കാരാണെങ്കിൽ ഈ വീട്ടിൽ ഈ കുഞ്ഞ് എങ്ങനെ സുരക്ഷിതമായി കഴിയും? അപ്പോൾ ഒരച്ഛൻ തൻ്റെ മകളുടെ വിവാഹം നടത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എൻ്റെ മകളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണോ, എൻ്റെ മകളെ സംരക്ഷിക്കാൻ തക്കവണ്ണം ഒരു ഗവൺമെൻറ് ജോലിയോ അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലിയോ അല്ലെങ്കിൽ നല്ല ബിസിനസ്സോ ഒക്കെ നടത്തുന്നവനാണോ, അവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ലതാണോ, ഇത്രയും അന്വേഷിച്ചിട്ടല്ലേ കൊടുക്കേണ്ടത്? അതുപോലെ കോടതിയിലെത്തുമ്പോൾ പ്രേമമാണെന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ, അതായത് അച്ഛൻ്റെ സമ്മതം ഇല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ഒരു ചുമതല കോടതിക്കില്ലേ? ഒന്നുമില്ലെങ്കിൽ ഇവന് കയറിക്കിടക്കാൻ ഒരു ഇടമെങ്കിലും ഉണ്ടോ? അങ്ങനെ എങ്കിലും അന്വേഷിക്കേണ്ട. ഇവനൊരു ജോലി ഉണ്ടോ? ഇല്ലെങ്കിൽ നീ അത് നേടിക്കൊണ്ടുവാ എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് തൊട്ട് ആൺപിള്ളേരൊന്നും ഇല്ലെങ്കിൽ പഠിക്കുകയും ചെയ്യും, ജോലിക്കും വരും പോകും. അല്ലേ? ഇതിപ്പോ എന്താണ്? എങ്ങനെ തേരാപ്പാര അലഞ്ഞു നടക്കുന്നവരൊക്കെ ഇതിനകത്ത് വന്ന് പെൺകുട്ടികളെ വഴിതെറ്റിക്കുകയാണ്. മറിച്ച് പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെങ്കിൽ അവളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഒരു ക്വാളിഫിക്കേഷൻ വേണം. അവളെ സംരക്ഷിക്കാൻ തക്കവണ്ണം നല്ല ജോലിയോ ബിസിനസ്സോ ഒക്കെ വേണം. പേപ്പർ എഴുതി 10 വട്ടം തോറ്റു നിൽക്കുന്നവന് പറ്റില്ല എന്നൊരു നിയമം കൊണ്ടുവന്നിരുന്നു എങ്കിൽ എത്ര പെൺകുട്ടികൾ രക്ഷപ്പെട്ടേനെ, എത്ര ആൺകുട്ടികൾ രക്ഷപ്പെട്ടേനെ. എന്തുകൊണ്ട്? അവന്മാർ കോളേജിൽ പോയാൽ ഒരു പ്രണയം വന്നാൽ പിന്നെ അവന്മാർ നൂത്ത് പഠിക്കും. കാരണം എന്തുകൊണ്ട്? പഠിച്ച് ജോലി കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഈ പെണ്ണിനെ കിട്ടില്ല എന്നൊരു തോന്നൽ വരും. ഇനി അതേ കണക്ക് തന്നെ ഈ പെണ്ണിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ഡിപ്പോസിറ്റ് ഇടണം. ഇവിടെ ഒരു കാരണവശാലും പ്രണയവിവാഹമാണെങ്കിൽ 10 വർഷത്തേക്ക് ഒരു കാരണവശാലും ഡിവോഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ അവളെ വീട്ടിൽ കൊണ്ടാക്കുക, ഉപേക്ഷിക്കുക യാതൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ പരപുരുഷ ബന്ധം, സ്ത്രീക്കാണെങ്കിൽ പരസ്ത്രീ ബന്ധം അത്രയ്ക്ക് സീരിയസ് ആയ ഒരു കാര്യം വേണം. എന്തായാലും ഞാനൊരു നിയമ പണ്ഡിതനല്ല, നിയമ വിദഗ്ധനല്ല, പക്ഷെ ഞാനൊരു സാധാരണ മനുഷ്യനാണ്. പെൺകുട്ടികളുടെ വിവാഹ കാര്യത്തിൽ ഒരു പുതിയ നിയമം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ പാർലമെന്റ് മെമ്പേഴ്സിൽ ആലോചിക്കേണ്ടതാണ്. പ്രധാനപ്പെട്ട പാർട്ടികളിൽ ആലോചിക്കേണ്ടതാണ്. എത്രയോ നിയമങ്ങൾ തിരുത്തി നിങ്ങൾ പുതിയ നിയമം കൊണ്ടുവരുന്നു. 18 വയസ്സായാൽ പെണ്ണിന് കല്യാണം കഴിക്കാമെന്ന നിയമം തന്നെ മാറ്റണം. അത് ശരിയല്ല. അവർ ഉല്ലസിച്ച് ഇപ്പൊ കല്യാണവും പ്രണയവിവാഹം മാറ്റിവെക്കും. പ്രണയം മാറ്റിവെച്ചാൽ പോലും ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷം അവള് കല്യാണത്തിന് മുമ്പ് അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് അങ്ങനെ ജീവിക്കുന്നത് തന്നെയാണ്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ത്രീക്ക് ഒരു വിലങ്ങ് തന്നെയാണ്. അവള് കുറച്ചു നാളും കൂടെ അച്ഛൻ്റെയും അമ്മയുടെയും സംരക്ഷണയിൽ ജീവിക്കട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു പെണ്ണിന്റെ കല്യാണ പ്രായം 23 വയസ്സെങ്കിലും മിനിമമാക്കണം. അങ്ങനെ ആക്കിയാൽ ഒരുപാട് പെൺകുട്ടികൾ രക്ഷപ്പെട്ടേനായിരുന്നു. പലരും പെൺകുട്ടികളെ 18 വയസ്സാകാൻ കാത്തിരിക്കുകയാണ്. പിടിച്ച് കുരുതിക്ക് കൊടുക്കുന്നതാണ് കൊടുക്കുന്നത്. എൻ്റെ അടുത്തൊക്കെ ഞാൻ പഠിപ്പിച്ച ചില കുട്ടികൾ വരുമ്പോൾ എനിക്ക് സങ്കടം വരും. അത് അച്ഛൻ നിർബന്ധിച്ചു അല്ലെങ്കിൽ അമ്മ നിർബന്ധിച്ചു, 18-ാം വയസ്സിൽ കല്യാണം നടത്തി. മനസ്സിലായില്ലേ? ജീവിതത്തിൽ അവർക്ക് ഒരു സന്തോഷവും അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം, ഒരു പെൺകുട്ടിയുടെ കല്യാണപ്രായം 18 വയസ്സാക്കരുതേ. അത് ആ പെൺകുട്ടിക്ക് ഒരു പക്വതയില്ല. 18 വയസ്സിൽ ഒരു പെൺകുട്ടിക്ക് ഒരു പുരുഷനെ തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു കഴിവ് ആ പെൺകുട്ടിക്ക് ഇല്ല.
അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യണം. അപ്പൊ നമ്മുടെ നിയമവ്യവസ്ഥ മിനിമം ഒരു 23 വയസ്സെങ്കിലും സ്ത്രീക്കാക്കണം, പുരുഷൻ ഒരു 25 26 വയസ്സെങ്കിലും ആക്കണം കല്യാണപ്രായം എന്ന് പറയുന്നത്. പിന്നെ വിവാഹത്തിൽ ക്വാളിഫിക്കേഷൻ ഒരു ഘടകമാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഡോക്ടർ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ എന്നും ഒരു ഓട്ടോയിൽ പറഞ്ഞു വിടും. അവസാനം ഓട്ടോക്കാരനുമായിട്ടങ്ങ് പോയി. ആ അച്ഛനും അമ്മയും ഹൃദയം പൊട്ടിയാണ് വന്നത്. പക്ഷെ നമുക്ക് തന്നെ അറിയാം ഒരു ഡോക്ടറും ഓട്ടോക്കാരനും തമ്മിൽ എങ്ങനെ ജീവിക്കും. അവൻ ഒടുവിൽ അത് വലിയ പ്രശ്നം ഉണ്ടായതാണ്. അവൻ ആ കൊച്ചുങ്ങളെ വരെ കൊന്നു കളഞ്ഞതാണ്. അങ്ങനെയൊക്കെ വന്നിട്ടുള്ള സംഭവങ്ങളുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രണയ വിവാദത്തിൽ അച്ഛൻ്റെ കൺസെന്റ് ഇല്ലെങ്കിൽ കോടതി ഒരു തീരുമാനം എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അവന് ഈ പെണ്ണിനെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ടോ, രണ്ടുപേരും തമ്മിൽ ക്വാളിഫിക്കേഷനിൽ ഭയങ്കര വ്യത്യാസമുണ്ടോ, ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇതിനകത്ത് എന്ത് നിയമം ഉൾപ്പെടുത്തണം എന്ന് എനിക്കറിയില്ല. ഞാൻ നിയമ വിദഗ്ധനല്ല, കോടതി കാര്യങ്ങൾ എനിക്കറിയില്ല. ഇല്ലേ, ഇത് ഇപ്പൊ വിധി പറയുന്ന ജഡ്ജിയെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവർക്ക് അവരുടെ സ്വന്തം മകളാണെങ്കിലും ഇതേ പറ്റത്തുള്ളൂ. പക്ഷെ ഒന്ന് ഞാൻ പറയാം, പെമ്മക്കളുടെ കല്യാണ കാര്യത്തിൽ മാതാപിതാക്കൾക്കും കൂടെ ഒരു പങ്ക് വേണം. നമ്മൾ ഏത് നിയമം നിർമ്മിച്ചാലും അത് വരുത്തി വെക്കണം. അതല്ല എല്ലാം യോഗ്യനായിട്ടും മാതാപിതാക്കൾ എതിർക്കുകയാണെങ്കിൽ ഓക്കെ, കോടതിക്ക് ഇടപെടാം. അങ്ങനെ പ്രണയ വിവാഹത്തിന്റെ കാര്യത്തിൽ വിദഗ്ധരിരുന്ന് ആലോചിച്ച്, ഞാനൊരു വിദഗ്ധനല്ലാത്തത് കൊണ്ട് കുറെ പൊട്ടത്തരങ്ങൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ, വിദഗ്ധരാലോചിച്ച് ഒരു തീരുമാനത്തിലെത്തണം. ഈ 18 വയസ്സ് വിവാഹപ്രായം എന്നുള്ളത് മാറ്റണം എന്ന് മാത്രവുമല്ല, നിനക്ക് എത്ര വയസ്സായി 18, നിനക്ക് എത്ര വയസ്സായി 21, എന്നാൽ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ അവിടെ ഹൃദയം പൊട്ടി തകർന്നു പോകുന്ന ഒരു അച്ഛനും അമ്മയും ഉണ്ട്. അവരുടെ കണ്ണീര് നീതിന്യായ വ്യവസ്ഥ കാണണം. അത് കാണുക തന്നെ വേണം. കാരണം ആ മനുഷ്യനുണ്ടല്ലോ ഒടുവിൽ പോയപ്പോൾ ആ കോപിച്ചുകൊണ്ട് നിൽക്കുന്ന ആ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് തന്നെ കണ്ണുനീരും വരുന്നുണ്ട്. നെഞ്ചു പൊട്ടിയാണ് ആ മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് 18 വയസ്സായാൽ അച്ഛനെയും അമ്മയെയും ധിക്കരിച്ചുകൊണ്ട് മക്കൾക്ക് ഇറങ്ങിപ്പോകാം എന്ന നിയമത്തിന് ഒരു മാറ്റം വരുത്തണം. കോടതിയായിട്ട് ഇടപെടുന്നെങ്കിൽ ഉത്തമനായ ചെറുക്കനാണെന്നും അവൻ സംരക്ഷിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും അതിന് വേണ്ടുന്ന നിയമങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതും നിങ്ങൾ നടപ്പിലാക്കണം. ഇതിനെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കുള്ള അഭിപ്രായം ഞാൻ പറയുന്നതിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.